ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹിപ്പ്, റിബ്സ് ഇതിനൊക്കെ നല്ല സ്ട്രെച്ചിങ് കിട്ടുന്ന, അതായത് സ്പൈനൽ ട്വിസ്റ്റ്, ഹാഫ് സ്പൈനൽ ട്വിസ്റ്റ് എന്ന് പറയും, അർദ്ധ മത്സ്യേന്ദ്രാസനം. ഇതിന് ഷുഗർ കുറക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് ഈ ആസനത്തിന്. വളരെ നല്ലൊരു ആസനമാണ്. കിഡ്നി, ലിവർ, പാൻക്രിയാസ് ഇതിനൊക്കെ നന്നായിട്ട് മസാജിങ് കിട്ടും. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. വളരെ സുഖമുള്ളൊരു ആസനമാണ്. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ആസനമാണ്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. വളരെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളൊരു ആസനമാണിത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇരുന്നു കൊണ്ടാണ് തയ്യാറാവുന്നത്. അപ്പോൾ അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് ചെയ്യാം. അതായത് വക്രാസനം എന്ന് പറയാറുണ്ട്. ഇത് ചെയ്യുന്നത് വലതുകാൽ മടക്കിയിട്ട് നമ്മൾ ഇടതുകാൽ മുട്ടിന് കവച്ച് വെക്കുകയാണ്. ഇടതുകാൽ മുട്ടിൻ്റെ ഇടതുവശത്തായിട്ട് ഇതേപോലെ പതിച്ച് വെക്കാം. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ ഏങ്കിളിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കൈ കൊണ്ടുവരുന്നുണ്ടോ വലത് കാലിൻ്റെ വലതുവശത്തൂടെ കൊണ്ടുവന്നിട്ടാണ് കാലിൻ്റെ ഏങ്കിളിൽ പിടിക്കുന്നത്. ഇവിടെ ഇടത് കൈയുടെ ഷോൾഡറിൻ്റെ ഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട്, അതായത് ഏങ്കിൾ കണക്കാക്കിയിട്ട് വരണം. വലത് കൈയുടെ ഷോൾഡർ മാക്സിമം വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കുക. സാധാരണ ശ്വാസം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. വലതുകാൽ മടക്കി ഇടതുകാൽ മടക്കി വലതുകാൽ മുട്ടിനെ കവച്ചു വെക്കാം. വലത് കൈ കൊണ്ട് ഇടത് കാൽ ആംഗിളിൽ പിടിക്കാൻ ശ്രമിക്കുക. വയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മസാജിങ് കിട്ടും. ഇടത് ഭാഗം തിരിഞ്ഞു നോക്കുക. സാധാരണ ശ്വാസം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അർദ്ധ മത്സ്യേന്ദ്രാസനം നല്ല എളുപ്പമായിരിക്കും. ഈ ആസനം നമുക്ക് ഷുഗറിന് വളരെ നല്ലതാണ്. വയറിൻ്റെ ഭാഗത്തുള്ള മസാജിങ് ശ്രദ്ധിക്കുക ആസനത്തിൽ. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കൂടുതലായിട്ട് പ്രാക്ടീസ് കിട്ടിയതിന് ശേഷം അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യുന്നത് ആദ്യം വലതുകാൽ മടക്കി ഇടതുകാൽ തുടയുടെ അടിവശത്തേക്കായിട്ട്, വീഡിയോയിൽ കാണുന്നത് പോലെ ഇടതുകാൽ തുടയുടെ അടിവശത്തേക്കായിട്ട് മടക്കി വെക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയാണ്, സുഖമുള്ള അവസ്ഥയാണ്. നന്നായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. ഇടതുകാല് കണ്ടോ, ഇടതുകാൽ മടക്കിയിട്ട് വലതുകാൽ മുട്ടിന് വലതുവശത്തായിട്ട് വെക്കുകയാണ്. ഇനി വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ വിരൽ പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇടത് ഭാഗം പിറകുവശത്തേക്ക് തിരിഞ്ഞു നോക്കുക. കൈ കുത്തി വെക്കുന്നില്ല. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ബാക്കിലത്തെ കൈ കുത്തി വെച്ചതാണ്. ഇപ്പം കുത്തി വെക്കുന്നില്ല. ബാക്കിൽ ശരീരത്തോട് ചേർത്ത് വെക്കുക. പിൻഭാഗം, ശരീരത്തിൻ്റെ പിൻഭാഗം കൈ കൊണ്ട് വെക്കുകയാണ്. പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ശ്വാസത്തിൽ അല്പസമയം നിൽക്കാം. ഇവിടെയും വയറിൻ്റെ ഭാഗത്തുള്ള നല്ല മസാജിങ് ആണ്. കൈ കണ്ടോ, കൈ ഇതേപോലെ വെക്കുക ചെയ്യുന്നത് പിൻഭാഗത്ത്. ഇനി ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. ഇടതുകാല് മടക്കിയിട്ട് വലതുകാൽ തുടയുടെ അടിവശത്തേക്കായിട്ട് വെക്കാം. വലതുകാല് ഇടതുകാൽ മുട്ടിന് കവച്ചു വെക്കാം. ഇനി ഇടത് കൈ കൊണ്ട് വലത് കാൽ വിരൽ പിടിക്കാൻ ശ്രമിക്കുക. വലത് ഭാഗം പിറകുവശത്തേക്ക് തിരിഞ്ഞു നോക്കാം. സാധാരണ ശ്വാസം. നന്നായി പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആസനം വളരെ സുഖമുള്ള അവസ്ഥയായിരിക്കും. നമുക്ക് തന്നെ അറിയാം, വയറിൻ്റെ ഭാഗത്തുള്ള മസാജ് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി അല്പസമയം റെസ്റ്റ് എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു ആസനം കൂടി ചെയ്യാം. കാൽമുട്ടിൽ നിന്നുകൊണ്ട് ഉഷ്ട്രാസനം എന്ന് പറയും. ഇതും ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലൊരു ആസനമാണ്. ഇങ്ങനെയുള്ള ആസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒരു 30 ദിവസം കൊണ്ട് തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ കൂടെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ഷുഗറിന് മാത്രമായിട്ടുള്ള ഷുഗറിന് കുറച്ച് ആസനങ്ങൾ ചെയ്യുന്നൊരു വീഡിയോ കാണിക്കാം. ഇനി പിറകുവശത്തേക്ക് ബെൻഡ് ചെയ്ത് കാലിൻ്റെ ആംഗിൾ പിടിക്കുകയാണ്. അപ്പോൾ 2 കൈയും ഒരുമിച്ച് പിടിക്കാൻ ആദ്യം പ്രാക്ടീസ് കിട്ടില്ല. അപ്പോൾ ഒരു കൈ ഇതേപോലെ നിവർത്തി വെക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഇടത് കൈ പിടിക്കുമ്പോൾ ഇടത് കൈ ആംഗിളിൽ വരുമ്പോൾ വലത് കൈ ഇതേപോലെ ഉയർത്തി വെക്കാം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 കൈയും അതാത് ആംഗിളിൽ പിടിക്കാം. പിറകുവശത്തേക്ക് ബെൻഡ് ചെയ്ത് അതാത് ആംഗിളിൽ പിടിക്കാൻ ശ്രമിക്കാം. അരക്കെട്ട് മുൻപോട്ട് തള്ളി നിൽക്കും. തല പിന്നിലേക്ക് തൂങ്ങി നിൽക്കാൻ ശ്രമിക്കാം. ടൈറ്റ് കൊടുക്കരുത്. നല്ല സുഖമുള്ള അവസ്ഥയാണെങ്കിൽ മാത്രം ചെയ്യാം. നന്നായിട്ട് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ആസനത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ചെയ്യാം. ആസനത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഇനി റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം. അതായത് കാലുകൾ നീട്ടിവെച്ച് കൈകൾ പിന്നിൽ കുത്തി അല്പസമയം വിശ്രമിക്കാം. ഈ ആസനം വളരെ നല്ലതാണ്. നല്ല സുഖമുള്ള അവസ്ഥയാണ്. നന്നായിട്ട് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമുള്ള അവസ്ഥയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ബായ്.